ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാഗനല്ലൂർ മലയിലേക്കാണ്. ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന രാഗനല്ലൂർ മലയായിട്ടുള്ള നാരായണത്ത് ഭ്രാന്തൻ കല്ലുകൾ ഉരുട്ടിക്കയറ്റിയിരുന്ന സ്ഥലമായിട്ടുള്ള രാഗനെല്ലൂർ മലയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. ഇവിടെ തുലാം ഒന്നിന് എന്ന് പറഞ്ഞാൽ അതിപ്രശസ്തമാണ്. തുലാം ഒന്നിന് ഇവിടുത്തെ ക്ഷേത്രത്തിലേക്ക് ആളുകൾ ഒഴുക്കാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മളിന്ന് തുലാം ഒന്നാണ്. അപ്പോൾ ആ തുലാം ഒന്നിന് നമ്മൾ ഈ മല കയറുകയാണ്. അത്യാവശ്യം കഠിനം തന്നെയാണ് മല. കാരണം നമ്മൾ ഈ അധികം ബുദ്ധിമുട്ടി മലകളും കാര്യങ്ങളും യാത്രകളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ മലക്കയറ്റം തന്നെ കുറച്ച് അത് റെസ്റ്റ് എടുത്തൊക്കെ കയറണം. അല്ലെങ്കിൽ നമുക്ക് നല്ല ക്ഷീണം തന്നെ. അത്യാവശ്യം നല്ല രീതിയിൽ കുന്നാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട്, കുറേ ആൾക്കാർ കയറി അങ്ങനെ കുറേ നേരം റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ കയറുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കയറ്റാണ്. കുത്തുള്ള കയറ്റായതുകൊണ്ട് തന്നെ കുറേ പടികളുണ്ട്. ആ പടികൾ കയറുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിച്ച് പോവുകയാണ്. പിന്നെ രാവിലെ ആകുന്നതുകൊണ്ട് തന്നെ രാവിലത്തെ എനർജിയിൽ നമ്മൾ കയറിപ്പോയി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കയറി അങ്ങനെ രാഗനല്ലൂർ മലയുടെ മുകളിൽ എത്തുന്ന വരെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. കാരണം നമ്മൾ ക്യാമറ കൊണ്ട് ഫോൺ കൊണ്ട് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല അങ്ങനെ നമ്മൾ രാഗനല്ലൂർ മലയുടെ മുകളിലെത്തി. അപ്പോൾ അവിടെ കാണാനുള്ളത് ഫസ്റ്റ് കാണാൻ സാധിച്ചതെന്ന് വെച്ചാൽ വളരെ തിരക്കാണ്. ക്ഷേത്രത്തിലേക്ക് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വരി എന്നാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വരിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചു ഈ പ്രാവശ്യം എന്തായാലും കയറാൻ നിന്നാൽ ഇന്നിപ്പോൾ നമ്മൾ കഴിച്ചിലാവില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ഒക്കെ ആകുമ്പോഴേക്കിനെ കഴിച്ചിലാവുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ വരിയുണ്ട്. വരി ആ മല ചുറ്റും തന്നെ നിരപ്പായ സ്ഥലം മൊത്തമായിട്ട് തന്നെ ഒരു വരിയുണ്ട്. അപ്പോൾ അതിന് മുകളിലേക്ക് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ പെട്ടെന്നൊന്നും കഴിച്ചിലാവില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ തൽക്കാലം ഇതാക്കി. അതിനുശേഷം നമ്മൾ നാരായണ പ്രതിമ കാണാൻ പോയി. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രതിമ തന്നെ, പക്ഷേ അതിന് ചുറ്റും ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കണ്ടു. ഇവിടുത്തെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേവി പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഇവിടെ. അതായത് നാരായണ ഭ്രാന്തൻ്റെ മുന്നിലേക്ക് ദേവി പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് തുലാം 1 എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മളുടെ ആഗ്രഹം എന്താണോ, നമ്മൾ ലൈഫിൽ എന്തെങ്കിലും നടക്കണമെന്ന് വിചാരിച്ച് മല കയറുന്നവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. അത് സാധിക്കും. അങ്ങനെ കുട്ടികളില്ലാത്തവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആകും എന്നൊക്കെയാണ് ഈ മല കയറി കഴിഞ്ഞ് അവരുടെ വിശ്വാസം. അപ്പോൾ അതൊക്കെ വിചാരിച്ച് വരുന്നവരാണ് കൂടുതലും പേരും. അങ്ങനെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഈ മല ചവിട്ടുന്നവരാണ് കൂടുതൽ പേരും തുലാം 1 ഇവിടെ മല കയറുന്നവർ. കാരണം ഇവിടെ ക്ഷേത്രം തന്നെ അതിമനോഹരമായ ക്ഷേത്രമാണ്. കാരണം വെച്ചാൽ അത്രയും കുന്നിൻ്റെ മുകളിലായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ തിരുമേനി രാവിലെയും വൈകിട്ടും ഇവിടെ കയറി ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇവിടെ പ്രദേശവാസികളും വന്ന് പോകുന്ന ക്ഷേത്രം തന്നെയാണ്. അത്യാവശ്യം മനോഹര ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ഒരു മലയുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് നമ്മളൊക്കെ വരുന്നത് വെച്ചാൽ തുലാം 1 അങ്ങനെ ദേവിയുടെ പിറന്നാൾ ദിവസവും മാത്രമാണ് ഇവിടേക്ക് അങ്ങനെ കൂടുതലായിട്ട് ആളുകൾ എത്തുന്നത്. അല്ലാത്ത ദിവസങ്ങളിലും നാട്ടുകാർ മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ന് തുലാം 1 ഇന്ന് ഫുള്ളായിട്ട് ഇവിടെ ആളുകളായിരിക്കും. അത്യാവശ്യം ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. ഈ തുലാം 1 മാത്രമാണ് ഇവിടെ ഇത്രയും ആളുകൾ ഇവിടെ വരുന്നത്. പിന്നെ ദേവിയുടെ ബർത്ത്ഡേ ദിവസങ്ങളും അല്ലെങ്കിൽ അല്ലാത്ത ദിവസങ്ങളൊന്നും അങ്ങനെ ആരുമില്ല. പിന്നെ ഈ നമ്മൾ കയറുന്ന സ്ഥലത്തിലൂടെ അല്ല അത് ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നത് വേറൊരു റൂട്ടിലൂടെയാണ്. ആ റൂട്ടിലൂടെ ഇങ്ങോട്ട് ജീപ്പും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. കാരണം ഈ ജീപ്പ് എന്തിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കയറ്റം കയറി വരുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ ഈ ജീപ്പിൽ എമർജൻസി ആയിട്ട് ജീപ്പിൽ അവർ തിരിച്ചിറക്കും. അതിനു വേണ്ടിയും അതുപോലെ തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാനൊക്കെയാണ് ജീപ്പ് അധികം ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി തന്നെ അനുഭവിക്കണം. രാഗനല്ലൂർ മല നിങ്ങൾ കയറാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, തീർച്ചയായും വന്ന് കയറും. താങ്ക് യു.